ഇന്ത്യയെ കൊട്ടാൻ കിട്ടുന്ന ഒരവസരവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാഴാക്കാറില്ല. തനിക്ക് നോബൽ പ്രൈസ് കിട്ടാത്തതിന്റെ കാരണം ഇന്ത്യയാണ്, തനിക്ക് ലോകത്തിൽ ഇപ്പോൾ സമാധാനം പുലരാത്തതിന്റെ കാരണം പോലും ഇന്ത്യയാണ് എന്നൊക്കെയാണ് ട്രംപിന്റെ വാദം. എന്തായാലും കഴിഞ്ഞ ദിവസം UN നടന്ന പൊതുസഭാ സമ്മേളനം, അതായത് ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം ഒരു വലിയ നീണ്ട സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. ആ സ്പീച്ചിൽ, ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയെ വിമർശിക്കാൻ ഒരു ഭാഗം മാറ്റിവെച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അതായത് H1B വിസ നിരോധിക്കുക. അതിൽ അദ്ദേഹം പറഞ്ഞില്ല, മുൻപെടുത്ത നിലപാടാണ്. H1B വിസയ്ക്ക് ഇപ്പോൾ അതായത് ഈ 90 ലക്ഷമായിരുന്നു അതിന്റെ ഫീസ് വർധനവ് ഉണ്ടാക്കിയത്. 71% ഈ വിസയുടെ ഉപഭോക്താക്കളും ഇന്ത്യക്കാരാണ്. അപ്പോൾ അത് ഇന്ത്യൻ ടെക്കികളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് ഇന്ത്യക്ക് പണി കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും ട്രംപിന്റെ ഈ ഒരു ഇവന്റിലെ കോമാളിത്തരം, അതല്ല ഈ പ്രഹസനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങിയതിനു ശേഷം ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ട്രംപിന് പരിഹാസം വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്ത്, അത് ഇന്ത്യ ന്യായീകരിച്ചുകൊണ്ടുള്ള പരിഹാസങ്ങളാണ്. അത് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നാണ് ഒരെണ്ണം വരുന്നത്. ഫിലിപ്പ് ആക്കർമാൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു പരിഹാസമാണ് വരുന്നത്. അതായത് ഈ അമേരിക്ക എന്ന രാജ്യത്തിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഇന്ത്യൻ ടെക്കികൾക്ക് അമേരിക്ക അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് അവർ പോകും. കാരണം നിങ്ങൾ 71% നിങ്ങളുടെ വിസയുടെ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചുമ്മാ ഔദാര്യം കൊടുത്തതല്ലോ. ടാലന്റ് പൂളിൽ ഏറ്റവും മിടുക്കർ അവരായതുകൊണ്ടല്ലേ അവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ അവർക്ക് ഡിമാൻഡ് ഉള്ളിടത്തേക്ക് അവിടെ സപ്ലൈ ഉണ്ടാവും എന്നുള്ള സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്തായാലും ഇങ്ങനെ ട്രംപിന്റെ നിശ്ചിതമായി വിമർശിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം എന്താണ് പ്രിയ? അതായത് ട്രംപിനും അമേരിക്കയ്ക്കും കൃത്യമായ അടി കൊടുക്കുകയാണ് ജർമ്മനി ചെയ്തിരിക്കുന്നത്. ജർമ്മനി ഇന്ത്യയുടെ സ്വാഭാവിക സുഹൃത്താണ്. നമ്മൾ പറയും നാച്ചുറൽ അലൈ. നാച്ചുറൽ അലൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇസ്രായേൽ സ്വാഭാവിക സുഹൃത്താണ്, നാച്ചുറൽ അലൈ ആണ്. റഷ്യ അങ്ങനെയാണ്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ദീർഘകാലത്തെ പാരമ്പര്യം ഇല്ലെങ്കിൽ ഒരു ബന്ധം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മുളച്ച തകരയാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. പെട്ടെന്ന് മുളയ്ക്കുന്ന, അതായത് പെട്ടെന്നൊരു മണ്ണിൽ ആദ്യമായിട്ടൊരു ചെടി ഒരു തകരയൊക്കെ മുളച്ചു വരികയാണെങ്കിൽ തഴച്ച് വളരും. നമ്മൾ വിചാരിക്കും ഇത് ദീർഘകാലം നിൽക്കുമെന്ന്. ഇല്ല, കുറച്ചു കാലം കഴിയുമ്പോൾ, കുംഭമാസം കഴിഞ്ഞാൽ പിന്നെ തകര ഉണ്ടാവില്ല. അതാണ് തകരയുടെ അത്ഭുതം, അല്ലെങ്കിൽ തകര എന്ന് പറയുന്ന ചെടിയുടെ പ്രത്യേകത. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഏതാണ്ട് 300-400 വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു രാജ്യം, ഇല്ലെങ്കിൽ ഒരു പുതുതായിട്ട് വന്ന ഒരു സംവിധാനമാണ്. അത് ആദ്യം ആ വളക്കൂറുള്ള മണ്ണിന്റെ വളം തീരുന്നത് വരെ ഒന്ന് തഴച്ച് വളർന്നേക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് 20,000-30,000 വർഷങ്ങളുടെ സംസ്കാരമുണ്ട്. 10,000 വർഷം മുമ്പുള്ള ക്ഷേത്രങ്ങൾ വരെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ദീർഘമായ പാരമ്പര്യമുള്ള, അത്രയേറെ വലിയ സംസ്കാരമുള്ള ഒരു രാജ്യത്തിനോടാണ് അമേരിക്ക നിന്ന് വെല്ലുവിളിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇന്നലെ മുളച്ച തകരകൾ നാളത്തെ ഒരു വെയിലിൽ കരിഞ്ഞു പോവുകയുള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് അശ്വത്ഥ വൃക്ഷമാണ്. അശ്വത്ഥ വൃക്ഷത്തിന് അതിന് അന്ത്യമില്ല എന്നുള്ളതാണ്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ആൽമരമാണ്. ആൽമരത്തിന് അന്ത്യമില്ല. അത് അതിൻ്റെ പടർപ്പ് വേരുകളിൽ ഊന്നി ആ ഭൂമി ആകെ തന്നെ വ്യാപിച്ചു നിൽക്കും. അതിൻ്റെ തായ്വേര് ഏതെന്ന് പിന്നെ അറിയാൻ കൂടി കഴിയില്ല. അത്രയേറെ ബലപ്പെടുന്ന അശ്വത്ഥ വൃക്ഷമായിട്ട് ഭാരതം നിലനിൽക്കുകയാണ്. അത് നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കും. ആ സന്ദേശമാണ് ജർമ്മനി ഇന്ത്യയോട് കൈമാറുമ്പോൾ അമേരിക്കയ്ക്ക് ബോധ്യപ്പെടേണ്ടത്. ഇവിടെ എന്താണ് ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതി ഫിലിപ്പ് ആക്കർമാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരുപാട് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളൊക്കെ അമേരിക്കയിൽ പോയി പണിയെടുക്കുകയാണ്. 88.46 ലക്ഷം രൂപയുടെ അധിക തുകയാണ് ഇപ്പോൾ H1B വിസയ്ക്കായിട്ട് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ തുക കൊടുത്ത് ഇന്ത്യക്കാർ അവിടെ പണിയെടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ജർമ്മനി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. ജർമ്മനിയുടെ വാതിലുകൾ എല്ലാ കാലത്തും ഇന്ത്യക്കാർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളിൽ വിദഗ്ധരായ തൊഴിലാളികൾ ജർമ്മനിയിലേക്ക് വരൂ, നിങ്ങൾക്ക് ഇവിടെ പണിയെടുക്കാനുള്ള അവസരമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നേരം ഇരട്ടി വെളുക്കുമ്പോൾ ഞങ്ങൾ നിലപാട് മാറ്റില്ല, നിയമം മാറ്റില്ല എന്ന് ജർമ്മനി വളരെ കണിശതയോടുകൂടി പറഞ്ഞിരിക്കുന്നു. ഇത് അമേരിക്ക കേൾക്കാൻ, ട്രംപ് കേൾക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ജർമ്മനി പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിലിപ്പ് ആക്കർമാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ജർമ്മനിയുടെ കാറുകൾ പോലെ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ജർമ്മനിയുടെ കാറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് വാഗൺ നമുക്കറിയാവുന്ന കാറാണ്. ഏറ്റവും വിശ്വാസ്യതയുള്ള, ഏറ്റവും നല്ല ഈട് നിൽക്കുന്ന അതിഗംഭീരമായ കാറുകളാണ്. അപ്പോൾ ഈ പറയുന്ന കാറുകൾ അതിവേഗത്തിൽ പായാൻ ശേഷിയുള്ളതാണ്. അങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടി വരില്ല.
അതാണ് ഞങ്ങളുടെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ പോലെ അസ്ഥിരമായിട്ടുള്ള നയങ്ങളിൽ ഏത് സമയത്തും മാറിപ്പോകുക എന്നുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു രാജ്യമല്ല ജർമ്മനി. അത് ഇന്ത്യയുമായിട്ടുള്ള സുദീർഘമായ ബന്ധം നമുക്കറിയാമല്ലോ. പാണിനിയുടെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ജർമ്മനിയുടെ ഭാഷാ സർവകലാശാലയുടെ മുന്നിൽ. അത്തരത്തിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഭാഷാപരമായിട്ട് സംസ്കാരപരമായിട്ടൊക്കെ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഭാഷകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റമുണ്ടല്ലോ, അതിൻ്റെ സംഭാവനകളുണ്ടല്ലോ, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുണ്ട്. അതുപോലെയാണ് റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം. കഴിഞ്ഞ ദിവസം റഷ്യയും ഇന്ത്യയും സംയുക്തമായിട്ട് ഒരു ബുദ്ധ മഹോത്സവമൊക്കെ നടത്തിയിരുന്നു റഷ്യയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്സവമൊക്കെ നടത്തുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് പടർന്നു പന്തലിച്ച സംസ്കാരമാണ് അങ്ങ് പസഫിക് ഓഷ്യൻ്റെ തീരമായിട്ടുള്ള ജപ്പാൻ വരെ പടർന്നു നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച മഹാസനാതന ധർമ്മം അത് ബൗദ്ധ രീതിയിൽ ജപ്പാൻ വരെ പടർന്നിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദുദേശത്തിൻ്റെ വലിപ്പം അത്രയേറെ ഉണ്ട് എന്നുള്ളത് ഒരു ദ്വീപ സമൂഹമായിട്ടുള്ള അമേരിക്കയിലെ പൊട്ടക്കുളത്തിലെ തവളകൾക്ക് മനസ്സിലാകാത്തതാണ് എന്നുള്ളതാണ്. അല്പകാലം കൊണ്ട് വളർന്നു വന്നവരാണ്. ആ വളർച്ച പോലും അന്യൻ്റെ ചോരയിൽ ചവിട്ടിയാണ് എന്നുള്ളത് അമേരിക്ക മറക്കരുത്. നിങ്ങൾക്ക് പാരമ്പര്യമൊന്നുമില്ല, പിതൃത്വം വലിയതായിട്ടൊന്നും അവകാശപ്പെടാനില്ല. നിങ്ങൾ ബ്രിട്ടീഷുകാരാണ്, അവിടെ നിന്ന് കുടിയേറിയവരാണ്. അവിടുന്ന് കുടിയേറി വന്നിട്ട് എന്താ ചെയ്തത്? അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിനെ മുഴുവൻ കൊന്നുതള്ളി, അവരുടെ ചോര മൊത്തം ഊറ്റിക്കുടിച്ചു. അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ വംശഹത്യ ചെയ്തുകൊണ്ട് പടുത്തുയർത്തിയ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. കഴിഞ്ഞ 500 വർഷത്തെ നേറ്റീവ് അമേരിക്കൻസിന്റെ എന്ന് പറയുമ്പോൾ ഗോത്രവർഗ്ഗക്കാർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഈ ചീഫ് സിയാറ്റിലിന്റെ കത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം ഈ പുതിയ സർക്കാരിന് കൊടുക്കുന്ന അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വേദനയോടെ അല്ലാതെ വായിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു ആദിവാസി ട്രൈബിന്റെ ചീഫാണ്, അതായത് മൂപ്പനാണ്, നമ്മളിവിടെ മൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ. അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷകളാണ്, നിങ്ങൾ എൻ്റെ ഈ നാട് ഇങ്ങനെ നോക്കിക്കോളുമല്ലോ, ഞാൻ ഇതുപോലെ സംരക്ഷിച്ച പ്രകൃതി ഇങ്ങനെ നിങ്ങൾ സംരക്ഷിക്കുമല്ലോ എന്നൊക്കെ. അത് നമുക്ക് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്നാണല്ലോ ഇത് വായിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. അത് വായിക്കുമ്പോൾ ഒരു വേദനയോടെ അല്ലാതെ അത് ഒരിക്കലും വായിച്ചു തീർക്കാൻ കഴിയില്ല. അതെ, അത്രയേറെ കൊളംബസും കൂട്ടരും കൂടെ അമേരിക്കയിൽ ചെന്നിട്ട് കാണിച്ച ക്രൂരതകളുണ്ടല്ലോ, അത് അതിഭീകരമാണ്. ആ ഭീകരമായിട്ടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊള്ളുകയായിരുന്നു. പിന്നെ ഇവന്മാർ ഈ പറയുന്ന കപ്പൽ രോഗവും അതുപോലുള്ള രോഗങ്ങളും പറങ്കിപ്പുണ്ണും ഒക്കെ ആയിട്ടാണ് അവിടെ ചെന്ന് കയറിയത്. അവിടുത്തെ സാധുക്കളായ മനുഷ്യർ മൊത്തം രോഗം വന്ന് മരിക്കുകയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും കരികളിൽ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് പണിയെടുപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവരെ കൊന്നുതള്ളിയത്. അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന നാട് മുഴുവൻ ഇവർ നശിപ്പിച്ച് അവിടെ ഒരു കുടിയേറ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ സ്ലേവറി തുടങ്ങിയതൊക്കെ അങ്ങനെയാണ്. ആ സ്ലേവറി അവസാനം എബ്രഹാം ലിങ്കൻ വരേണ്ടി വന്നു അതൊക്കെ നിൽക്കാനായിട്ട്. എന്നിട്ടും വംശവിദ്വേഷം തീർന്നു. വംശീയമായിട്ട് ഇന്നും വേർതിരിവാണ്, കറുത്തവനെന്നും വെളുത്തവനും. ഇതേ സംഭവം തന്നെയാണ് ഓസ്ട്രേലിയയിൽ നടന്നത്. മറ്റൊരു ദ്വീപായ ഓസ്ട്രേലിയയിൽ നടന്നതും ഇതേ സ്വഭാവത്തിലുള്ള വംശഹത്യയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രൂരന്മാരായ അമേരിക്കക്കാർക്ക് ഉള്ള ഒരു മറുപടിയാണ് ജർമ്മനിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യക്കാരെ പുറത്താക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടാകും. അവരെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ലോകം ഇന്ത്യയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അമേരിക്ക വാതിലുകൾ അടച്ചു എന്ന് വെച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാൻ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ വാസ്തവമായിട്ടുള്ള കാര്യം.